ഹലോ ഫ്രണ്ട്സ്, ഞാൻ 2022 ലാസ്റ്റ് ആയപ്പോഴാണ് എൻ്റെ PSC പഠനം ആരംഭിക്കുന്നത്. എനിക്ക് ഈ 2022 അവസാനമൊക്കെ ആയപ്പോഴാണ് എനിക്ക് ബോധം വന്ന് ഞാൻ വൺ ടൈം രജിസ്ട്രേഷൻ തന്നെ ചെയ്യുന്നത്. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ എങ്ങനെയാണ് LDCൻ്റെയും LGSൻ്റെയും മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എന്തൊക്കെ ബുക്സാണ് ഞാൻ പഠിച്ചത്, ഏത് രീതിയിലൊക്കെയാണ് ഞാൻ പഠിച്ചതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ ബുക്കാണ് ഞാൻ മെയിനായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്. LDCൻ്റെ 10th ലെവൽ മെയിൻസ് ലക്ഷ്യേൻ്റെ ഈ ബുക്കാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിന് മുന്നേ കുറച്ച് നാൾ ഞാൻ ടെലഗ്രാമിൽ PDF ഉണ്ടാകും സബ്ജക്റ്റ് വൈസ്, അതെടുത്ത് വെച്ചിട്ടാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ബുക്ക് വാങ്ങിയതിന് ശേഷം ഈ ബുക്ക് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. സിലബസ് അനുസരിച്ച് ഇത് ആ സിലബസിൻ്റെ ആണ്, ഇതനുസരിച്ച് ഞാൻ അങ്ങനെ പഠിക്കുമായിരുന്നു. എല്ലാ ടോപ്പിക്കും പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ബുക്കുകൾ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. സബ്ജക്റ്റ് വൈസ് ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് ആർട്സ് ആൻഡ് ലിറ്ററേച്ചറിൻ്റെ മാത്രം, ഇത് എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, കേരള അഡ്മിനിസ്ട്രേഷൻ ഒരു ബുക്ക്, പിന്നെ ഹിസ്റ്ററിക്ക് വേറെ ബുക്ക്, ആക്റ്റുകൾക്ക് വേറെ ബുക്ക്, ജിയോഗ്രഫിക്ക് ഈ ബുക്ക്, ഇങ്ങനെ ഞാൻ പഠിക്കാനുള്ള എളുപ്പത്തിനാണ് ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ SCRTക്ക് വേണ്ടിയിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ട് ലക്ഷ്യേൻ്റെ PSC ക്ലാസ് റൂമാണ് ഞാൻ SCRT സോഷ്യൽ സയൻസിന് വേണ്ടി പഠിച്ചിട്ടുണ്ടായിരുന്നത്. സയൻസിന് വേണ്ടി ഞാൻ പഠിച്ചത് പ്രൈം PSCയുടെ പള്ളിക്കൂടായിരുന്നു. ഇത് മാത്രമാണ് ഞാൻ SCRT പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഈ PSC ബുള്ളറ്റിൻ്റെ 25,000 GK ഈ ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ബുക്ക് വാങ്ങിച്ചിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സിലബസ് കവർ ചെയ്ത് പോകുമ്പോൾ ഇതിനകത്ത് ആ സിലബസ് അനുസരിച്ച് PSC ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ഇതും കൂടെ കവറാക്കുമായിരുന്നു. ഇതും കൂടെ നോക്കിയിട്ടാണ് ഞാൻ എക്സാമിന് പോയിട്ടുണ്ടായിരുന്നത്. ഇത് അത്യാവശ്യം എല്ലാം കവറാക്കിയിട്ടാണ് ഞാൻ പോയത്. എല്ലാ ക്വസ്റ്റ്യൻസും ഒരുവിധം നോക്കിയിട്ടുണ്ടായിരുന്നു, കറണ്ട് അഫെയർ ഒഴിച്ച്. പിന്നെ ഞാൻ എല്ലാത്തിനും ഒന്നും നോട്ട് എഴുതിയിട്ടില്ല. ചില കാര്യങ്ങൾക്കാണ് നോട്ട് എഴുതി വെച്ചിട്ടുള്ളത്. എനിക്ക് ഒട്ടും അറിയാത്ത ഫിസിക്സ്, കെമിസ്ട്രി അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ നോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. കറണ്ട് അഫെയറിനൊന്നും ഞാൻ നോട്ട് എഴുതിയിട്ടില്ല. അതൊക്കെ PDF എടുത്തിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്, പത്രം നോക്കിയിട്ടൊക്കെ. മലയാളം ഇംഗ്ലീഷിന് എനിക്ക് സെപ്പറേറ്റ് ബുക്കുണ്ട്. മലയാളം ഇംഗ്ലീഷ് ഞാൻ എഴുതിയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. സിനോണിംസ്, ആൻറ്റോണിംസ്, ഫ്രീസൽ വെർബ് അങ്ങനെയുള്ളതൊക്കെ ഞാൻ എഴുതിയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. മലയാളം അതെ, ശരിയായ പദം, തെറ്റായ പദം അതൊക്കെ ഞാൻ എഴുതിയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. എഴുതി പഠിച്ചാലാണ് കുറച്ചും കൂടെ എൻ്റെ മൈൻഡിൽ എനിക്ക് നിൽക്കുള്ളൂ. അപ്പോൾ ഞാൻ എഴുതി പഠിക്കും. മാത്സിന് ഞാൻ ജെറിൻ സാറിനെയാണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്സ് ജെറിൻ സാറിനെ ഫോളോ ചെയ്തിട്ട് ഞാൻ നോട്ടൊന്നും എഴുതി വെച്ചിട്ടില്ല. സാറ് പറയുന്നത് ഞാൻ പേപ്പറിൽ ചെയ്ത് അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ കറണ്ട് അഫെയർ ഞാൻ മാസം അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ജനുവരി മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനുവരി മാസം ഞാൻ ഫുള്ളായിട്ട് നോക്കി, ഒരു 2 ദിവസം ഇരുന്നിട്ട് ജനുവരി മാസത്തെ ഫുള്ള് പഠിക്കും. അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇതൊക്കെ ഞാൻ PSC തുടങ്ങിയ സമയത്ത് എഴുതി വെച്ച നോട്ടുകളാണുള്ളത്. നോട്ട് എഴുതുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കങ്ങനെ ഞാൻ സമയം കളയാറില്ല നോട്ട് എഴുതിയിട്ട്. മലയാളവും ഇംഗ്ലീഷും എഴുതി തന്നെ പഠിക്കണം എന്ന് എൻ്റെ മൈൻഡിലുള്ളതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിനും മലയാളത്തിനൊക്കെ സെപ്പറേറ്റ് നോട്ട് കീപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ അങ്ങനെ എഴുതിയൊന്നും പഠിച്ചിട്ടില്ല. പിന്നെ PYQ 2020 മുതലുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ പേപ്പറും എൻ്റെ കണ്ണ് വെട്ടിച്ച് വിടാൻ ഞാൻ ഇടയാക്കിയിട്ടില്ല. എല്ലാ ക്വസ്റ്റ്യനും ചെയ്തിട്ട് എനിക്ക് അറിയാത്തതൊക്കെ ഞാൻ ഇതുപോലെ എഴുതി വെച്ചിട്ട് പിന്നെ ആ ടോപ്പിക്ക് ഏതാണെന്ന് നോക്കി ഞാൻ പഠിക്കുമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് എക്സാം എഴുതുന്നത് വെച്ചാൽ യൂണിവേഴ്സിറ്റി LGSൻ്റെ പ്രിലിംസാണ് ആദ്യമായിട്ട് ഞാൻ എഴുതുന്ന എക്സാം. അത് 5ാമത്തെ സ്റ്റേജ് ഒക്കെയായിരുന്നു ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് അത്യാവശ്യം മാർക്കുണ്ടായിരുന്നു. അങ്ങനെ LGS ഒക്കെ അപ്പോൾ ആ ലെവലിൽ പഠിച്ചാൽ അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ മെയിൻസ് എഴുതാൻ പോകുന്നത്. മെയിൻസ് എനിക്ക് 100 ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചായിരുന്നു ഫസ്റ്റ് റാങ്ക് എനിക്ക് തന്നെയാണ്, കാരണം ഞാൻ 100 എണ്ണം എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് റാങ്ക് എനിക്ക് തന്നെ കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അങ്ങനെ വീട്ടിൽ വന്ന് പ്രൊവിഷണൽ ആൻസർ കീ നോക്കിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ഉത്തരങ്ങൾ എൻ്റെ മാത്രം ഉത്തരങ്ങളായിരുന്നു, PSCൻ്റെ ആൻസർ വേറെയാണ്. അങ്ങനെ ഫുള്ള് നെഗറ്റീവ് അടിച്ച് 78-79 മാർക്കാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുത്തിയിരുന്ന് പഠിച്ചിട്ടുണ്ട്. രാവിലെ 9 മണി മുതൽ 10:30-11 മണി വരെ ഞാനിരുന്ന് പഠിക്കുമായിരുന്നു. എങ്ങോട്ടും പോവാതെ ഇതിനു വേണ്ടി തന്നെ PSC എന്ന് പറഞ്ഞ് തന്നെ കുത്തിയിരുന്ന് പഠിക്കുമായിരുന്നു. ഞാൻ പുറത്തേക്കേ ഇറങ്ങാറില്ലായിരുന്നു. അങ്ങനെ കുത്തിയിരുന്ന് പഠിച്ചിട്ടുണ്ട്. പ്രീവിയസ് ഇയറൊക്കെ എല്ലാ പ്രീവിയസ് ഇയറും നല്ല രീതിക്ക് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും എവിടെ നിന്നാണ് വരുന്നത്, ഏത് ക്വസ്റ്റ്യനാണ് എനിക്ക് അറിയാത്തുള്ളത്, ഏത് ടോപ്പിക്കാണ് എനിക്ക് അറിയാത്തുള്ളതെന്നൊക്കെ നോക്കി ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം LDക്ക് എനിക്ക് 75+ഉം LGSന് എനിക്ക് 85+ഉം സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. തലേദിവസം ഞാൻ പിറ്റേ ദിവസം പഠിക്കാനുള്ള സാധനങ്ങൾ എഴുതി വെക്കും. ഇപ്പോൾ കറണ്ട് അഫെയർ ഏത് മാസത്തെയാണ് പഠിക്കേണ്ടത്, SCRT
ചാപ്റ്ററാണ് പഠിക്കേണ്ടത്, ഏത് ക്ലാസ്സാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടത്, ഹിസ്റ്ററിയിൽ ഏതൊക്കെ പഠിക്കണം, അങ്ങനെ ഞാൻ എല്ലാം തലേദിവസം എഴുതി വെക്കും. എന്നിട്ട് പിറ്റേ ദിവസം ഞാനതിങ്ങനെ ടിക്കിട്ട് തീർക്കുന്ന ഭാഗങ്ങൾ ടിക്കിട്ട് പോകുമായിരുന്നു. എൻ്റെ 4ാമത്തെ എക്സാം ആയിരുന്നു LDC. അതെനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റി. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.